അച്ഛൻ ആരെ കൊന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുവാണെന്നോ? അങ്ങേർക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന്. അവന്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നൊന്നും പറഞ്ഞോട്ടെ. ഇനി കൊന്നത് എന്റെ അച്ഛനായിരിക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് അപ്രതീക്ഷിത മുഹൂർത്തങ്ങളാണ് കൂട്ടുകാരെ സംഭവിക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ കണ്ണനെ നമ്മുടെ പ്രതാപൻ ഫോണിൽ വിളിച്ചിട്ട് നേരിട്ട് എനിക്കൊന്ന് കാണണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ മുത്തശ്ശി നമ്മുടെ പ്രതാപൻ ഈ ഫോണിലൂടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഫോൺ നമ്മുടെ പ്രതാപന്റെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുന്നുണ്ട്. കാരണം ഫോണിലൂടെ എങ്ങാനും സത്യങ്ങൾ പറഞ്ഞാലോ എന്നും കരുതി. അപ്പൊ കണ്ണൻ ഇത് കേട്ടപാടി നമ്മുടെ പ്രതാപനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പോകുമ്പോഴും നമ്മുടെ മഹാലക്ഷ്മിയെ വിളിച്ച് പറയുന്നുണ്ട്, കരുണയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, എന്നോട് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്നാ പറഞ്ഞത് അയാള്, അതുകൊണ്ട് ഞാൻ അയാളെ കാണാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാടെ നമ്മുടെ മഹാലക്ഷ്മിക്ക് മനസ്സിലായ കാര്യങ്ങൾ പന്തികേടാണ്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും. അപ്പൊ സത്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ കണ്ണന്റെ അവസ്ഥ, കണ്ണന്റെ പ്രതികരണം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നോർത്ത് നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര ടെൻഷനിലാണേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഉണ്ണിയും കരുണയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ആരെയോ കൊന്നു കൊന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, ഇനി അത് എന്റെ അച്ഛനെയാണോ കൊന്നത് എന്നിങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം കേട്ട് നമ്മുടെ കരുണയും ആകപ്പാട് ഞെട്ടി തകർന്ന് നിൽക്കുവാണ്. ഉണ്ണിയും സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പുറത്താണെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണി വാമദേവന്റെ കാര്യങ്ങൾ നമ്മുടെ പ്രതാപം പറയും എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയും എല്ലാവരും ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഉണ്ണിയും കണ്ണനും തമ്മിൽ ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളതും അറിയണം. കാരണം ഉണ്ണി ഇപ്പൊ ഭയങ്കര വാശിയിലാണ്, കണ്ണനെ എങ്ങനെയും തകർത്തിരിക്കും, എല്ലാ സ്ഥലത്തു നിന്നും തന്നെ ഒഴിവാക്കുകയാണ് കണ്ണൻ അല്ലെ. അപ്പൊ കണ്ണനെ തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ഉണ്ണി പുറകേക്ക് പിന്നാലെ നടക്കുകയാണ്. ലാസ്റ്റ് തക്കം കിട്ടി, അതായത് കണ്ണൻ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഉണ്ണി വരുന്നുണ്ട് ആക്രമിക്കാൻ വേണ്ടി. ശേഷം നമ്മുടെ കണ്ണൻ തന്റെ ആ ഒരു മറയൊക്കെ മാറ്റി നമ്മുടെ ഉണ്ണിയെ ആ തളർന്ന കാലുകൊണ്ട് ചവിട്ടിയിടുന്ന രംഗങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി വരുന്ന എപ്പിസോഡില്. അത് അടിപൊളിയായിരിക്കും അല്ലെ. ആ ചവിട്ടിനോടൊപ്പം തന്നെ നമ്മുടെ ഉണ്ണി ആ ഒരു സത്യവും കൂടി അറിയാൻ പോവുകയാണ്. അതായത് കണ്ണന്റെ കാലിനൊരു പ്രശ്നമില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യവും കൂടി നമ്മുടെ ഉണ്ണി അറിയാൻ പോവുകയാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.